കല്യാണത്തിന് മുന്നേ സ്കിൻ ഗ്ലോ കൂട്ടാൻ വേണ്ടി പലരും ബ്രൈഡൽ പാക്കേജുകൾ എടുക്കാറുണ്ട് അല്ലേ? പക്ഷെ ഇപ്പോൾ ആ ട്രെൻഡ് മാറി. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും മോഞ്ചാരോ ബ്രൈഡ്സ് എന്നൊരു ടേം. അതായത് ബ്രൈഡൽ പാക്കേജിന്റെ ഒപ്പം വെയിറ്റ് ലോസ് ഇഞ്ചക്ഷൻസും കൂടി കൊടുത്ത് ഒരു ഷോർട്ട് ടേമിൽ, അതായത് ഒരു മാസത്തിനുള്ളിലൊക്കെ 5-15 കിലോ ഒക്കെ വരെ കുറക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ഷോർട്ട് കട്ട്. പക്ഷെ ഇതിന് പിന്നിലെ യാഥാർത്ഥ്യം പലർക്കും അറിയില്ല. ഒരിക്കലും ജിമ്മിൽ പോകാനോ അല്ലെങ്കിൽ ഡയറ്റ് ചെയ്യാനൊന്നും ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള എളുപ്പവഴിയല്ല ഇത്. യഥാർത്ഥത്തിൽ ഈ ഇഞ്ചക്ഷൻസ്, അതായത് ഒസംബിക് അല്ലെങ്കിൽ മോഞ്ചാരോ എന്നുള്ള മരുന്നുകൾ GLP-1 റിസപ്റ്റർ അഗോണിസ്റ്റ് എന്നൊരു കാറ്റഗറി പെടുന്ന ഡ്രഗ്സ് ആണ്. ഇത് ശരിക്കും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ടൈപ്പ് 2 ഡയബറ്റീസിന്റെയും അതുപോലെ തന്നെ ക്ലിനിക്കൽ ഒബസിറ്റിയുടെയും ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ബ്യൂട്ടി ട്രീറ്റ്മെന്റ് അല്ല, മറിച്ച് നമ്മുടെ ബോഡിയിൽ ഇൻസുലിൻ ലെവലിനെയും അതുപോലെ മെറ്റബോളിസത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഈ ഡ്രഗ്സിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ഉള്ളത്. ഈവൻ നമ്മുടെ ബ്രെയിനിലെ വിശപ്പിനെ നിയന്ത്രിക്കുന്ന സെന്റേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് നമുക്ക് ഫുഡിനോടുള്ള ക്രേവിംഗ് ഈ ഡ്രഗ്സ് ശരിക്കും കുറയ്ക്കും. മാത്രമല്ല, ഇത് കഴിക്കുന്നതിലൂടെ നമുക്ക് വയറ് നിറഞ്ഞ പോലെ തോന്നും. സ്വാഭാവികമായിട്ട് നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ അളവും കുറയും, കലോറിയുടെ അളവും കുറയും. ഇതൊക്കെ കൊണ്ട് തന്നെ ഈ ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടിയേക്കാം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ചില ആൾക്കാരിൽ ഈവൻ കിഡ്നി സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ പോലും ഈ മരുന്ന് മൂലം കണ്ടുവരുന്നുണ്ട്. ചില സ്റ്റഡീസിൽ വളരെ റെയർലി ഈ മരുന്നുകൾ ഈവൻ തൈറോയിഡ് സീസൽ ട്യൂമേഴ്സ്, അതായത് മെഡുലറി തൈറോയിഡ് ക്യാൻസർ വരെ ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള ഡ്രഗ്സ് ആണ്. അതുകൊണ്ട് തന്നെ പേഴ്സണലി അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഓഫ് തൈറോയിഡ് ക്യാൻസർ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ MEN 2 സിൻഡ്രോം ഉള്ളവരൊക്കെ ഒരു മെഡിക്കൽ സൂപ്പർവിഷൻ ഇല്ലാതെ ഇങ്ങനത്തെ ഇഞ്ചക്ഷൻസ് ഒരിക്കലും ഉപയോഗിക്കരുത്. അത് ഗുണത്തേക്കാൾ ഏറെ ദോഷമാണ് ചെയ്യാം. കാരണം ഓരോരുത്തരുടെയും ശരീരപ്രകൃതി അനുസരിച്ച് ഈ ഡ്രഗ്സിന്റെ ഡോസേജിലും അതുപോലെ സൈഡ് എഫക്ട്സിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും.